നമസ്കാരം, കിഴക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പലർക്കും ഉണ്ടാകുന്നൊരു സംശയമാണ്, നമ്മുടെ ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തതിന് ശേഷം, പ്രത്യേകിച്ചും എയർ ഇന്ത്യയിൽ, കാരണം എയർ ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ക്യാൻസലേഷൻ വരാറ്. അപ്പോൾ നമ്മളൊരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തതിന് ശേഷം വൺ വേ ട്രാവൽ ചെയ്തതിന് ശേഷം എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ എയർലൈൻ ക്യാൻസൽ ചെയ്യുന്ന ഏത് സാഹചര്യം ആയിക്കഴിഞ്ഞാലും ക്യാൻസൽ ചെയ്ത് റീഫണ്ട് ചെയ്യുന്ന സമയത്ത് പൈസ ഭയങ്കര കുറവാണ് കിട്ടുന്നതെന്നുള്ള ഒരു പരാതി എപ്പോഴും ഒരു ട്രാവൽ ഏജൻറ്റിനെ കുറ്റപ്പെടുത്തുന്ന രീതി എന്നെയും കുറ്റപ്പെടുത്താറുണ്ട്. പല ട്രാവൽ ഏജൻറ്റുമാരെ ആൾക്കാർ കുറ്റപ്പെടുത്താറുണ്ട്. പൈസ ഭയങ്കര, ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തൊരു ഫോർ എക്സാമ്പിൾ 84,000 രൂപയ്ക്കാണ്. വൺ വേ ഞാൻ ട്രാവൽ ചെയ്തു, റിട്ടേൺ ക്യാൻസൽ ചെയ്തപ്പോൾ എനിക്ക് 23,000 രൂപ കിട്ടിയുള്ളൂ. ഒരു ലാസ്റ്റത്തെ ഒരു കണക്ക് പ്രകാരം ഞാൻ പറയുന്നത്. ഇന്നലെ ഞാൻ ക്യാൻസൽ ചെയ്തപ്പോൾ സംഭവിച്ചൊരു കാര്യമാണ്. അങ്ങനെ സ്ഥിരമായിട്ടും ഈ രീതിയിലുള്ള കംപ്ലയിൻറ്റുകൾ വരാറുണ്ട്. അപ്പോൾ നമ്മളതിനകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എപ്പോഴും നമ്മൾ അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുമ്പോൾ വൺ വേ ടിക്കറ്റിനെക്കാട്ടും നമുക്ക് പൈസ ഒരു 20,000 രൂപ അല്ലെങ്കിൽ 18,000 രൂപയോളം കുറവ് വരാറുണ്ട്. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പം അതേ സെയിം ടൈം തന്നെ നമുക്ക് ഈ ഒരു ബെനിഫിറ്റ് കിട്ടുന്നത് പോലെ തന്നെ അതിനകത്ത് പല അപകടങ്ങളുണ്ട്. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുക്കുമ്പോൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഒരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തതിന് ശേഷം റിട്ടേൺ മാത്രം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. എപ്പോഴും തന്നെ എയർലൈൻ ഈ പൈസ വകയിരുത്തുന്നത്, അല്ലെങ്കിൽ ഈ പൈസ ഡിവൈഡ് ചെയ്യുന്നത് അങ്ങോട്ട് പോകുന്നതിന്, അല്ലെങ്കിൽ ഏതാണോ ഫസ്റ്റ് ട്രാവൽ ചെയ്യുന്നത് അതിനായിരിക്കും ഏറ്റവും കൂടുതൽ പൈസ വരുന്നത്. റിട്ടേണിന് പൈസ കുറച്ചേ അവർ വകയിരുത്തത്തുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പൈസ കാൽക്കുലേഷൻ, എയർലൈൻ്റെ കാൽക്കുലേഷൻ അങ്ങനെ ആയിരിക്കും. അതങ്ങനെ വരുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, റിട്ടേൺ മാത്രമായിട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യാനുള്ള റൈറ്റ്സ് ഇല്ല. ഇപ്പോൾ ഞാനൊരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തിട്ട് റിട്ടേൺ മാത്രം എനിക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റില്ല. ഒന്നെങ്കിൽ അങ്ങോട്ട് ട്രാവൽ ചെയ്തതിന് ശേഷം ക്യാൻസൽ ചെയ്യുക, ഇല്ലെങ്കിൽ അപ്പ് ആൻഡ് ഡൗൺ ഒരുമിച്ച് ക്യാൻസൽ ചെയ്യുക. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് എപ്പോഴും വൺ വേ ട്രാവൽ ചെയ്തതിന് ശേഷം റിട്ടേൺ ക്യാൻസൽ ചെയ്യുമ്പോൾ പൈസ കുറവ് വരുന്നത്. എക്സ്പെഷ്യലി എയർ ഇന്ത്യയിലാണ് ഈ ഒരു സംഭവം ഉണ്ടാവാറ്. ഒന്നാമത് എയർ ഇന്ത്യക്ക് പെനാൽറ്റി കൂടുതലാണ്. അതുകൂടാതെ ഇതുപോലെ തന്നെ നമ്മൾ ക്യാൻസൽ ചെയ്യുക, അല്ലെങ്കിൽ എയർലൈൻ ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഒരു സംഭവം ഉണ്ടായി. അയാളൊരു അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് എടുത്തത് 50,000 രൂപ 55,000 രൂപയ്ക്കാണ്. ക്യാൻസൽ ചെയ്ത സമയത്ത് 12,000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. റിട്ടേൺ വൺ വേ ട്രാവൽ ചെയ്തിട്ട് റിട്ടേൺ ക്യാൻസൽ ചെയ്യുന്നത് 12,000 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. പലപ്പോഴും ഈ പൈസ കിട്ടുന്നത് ഒരുപാട് വൈകിട്ടാണ്. ട്രാവൽ ഏജൻറ്റുമാർക്കൊന്നും പലപ്പോഴും ഒരു 6 മാസം വരെയൊക്കെ എയർ ഇന്ത്യ ഭയങ്കരമായിട്ട് ഡിലേ വരാറുണ്ട്. അപ്പോൾ അത് ഓരോ ട്രാവൽ ഏജൻസികളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എന്നാലും സമയം എടുക്കാറുണ്ട്. അത് ഒരു കസ്റ്റമറുടെ ഭാഗമല്ല എന്താണെങ്കിലും. അപ്പം സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇയാൾക്ക് ഈ 50,000 രൂപയ്ക്ക് 12,000 രൂപ കിട്ടിയപ്പോൾ അയാൾ ഭയങ്കരമായിട്ട് റേസ് ആവും എൻ്റെ അടുത്ത്. അപ്പം ഇയാൾ ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 50,000 രൂപയാണെങ്കിൽ വൺ വേ 25,000 റിട്ടേൺ 25,000, അങ്ങനെയാണ് പല ആളുകളും ധരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല ഒരിക്കലും. അത് ഒന്നെങ്കിൽ നമുക്കത് അറിയാനായിട്ടൊരു മാർഗ്ഗമില്ല. അതൊരു എയർലൈനിൻ്റെ ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പിന്നെ എയർലൈൻസിനും അവരുടേതായിട്ടുള്ള ഒരു ബിസിനസ് സ്റ്റാറ്റിക്സ് ഉണ്ടല്ലോ, അതുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇവരെപ്പോഴും ഇങ്ങനെ വെച്ചിരിക്കുന്നത്. നമ്മൾ നാളെ ക്യാൻസൽ ചെയ്താൽ പോലും അവർക്ക് മാക്സിമം പൈസ അവർ വകയിരുത്തുക എന്നൊരു സിസ്റ്റത്തിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ട്രാവൽ ഏജൻറ്റ് നമ്മളെ പറ്റിച്ചു, അങ്ങനെ ചെയ്യാറുണ്ട്. ചെയ്യുന്ന ട്രാവൽ ഏജൻറ്റുമാർ പലരും ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എത്ര രൂപയാണ് റിട്ടേൺ വരുന്നതെന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഫ്ലൈ ദുബായ് ഒക്കെയാണ് നമുക്ക് ഡോളർ റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ എയർ ഇന്ത്യയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഡോളർ റേറ്റ് പ്ലസ് ടാക്സ് പ്ലസ് GST അങ്ങനെ പല എമൗണ്ടുകളായിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ പലർക്കും അറിയാൻ സാധിക്കാറുണ്ട്. പലരും പറയാറുണ്ട്, ഞാനത് എയർ ടിക്കറ്റ് വൺ വേ ട്രാവൽ ചെയ്തിട്ട് റിട്ടേൺ ക്യാൻസൽ ചെയ്തു, പക്ഷേ എനിക്ക് അത്രയും പൈസ കിട്ടിയോന്നൊരു സംശയമുണ്ട്, അതുകൊണ്ടൊരു ക്ലാരിറ്റിക്ക് വേണ്ടി വിളിച്ച് ചോദിച്ചാൽ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് ഇതറിയാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഒരു ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എയർ ടിക്കറ്റ് ക്യാൻസൽ ചെയ്തു, ആ പൈസ റീഫണ്ട് തരുന്ന സമയത്ത് അവരോട് ചോദിക്കുക, ഇതിൻ്റെ ക്രെഡിറ്റ് നോട്ട്, അതായത് എത്രയാണോ അവർക്ക് ട്രാവൽ ഏജൻറ്റിന് എയർലൈനിൽ നിന്ന് പൈസ കിട്ടിയൊരു എമൗണ്ട് ഉണ്ടാവും. അതെപ്പോഴും ഒരിക്കലും ഡയറക്റ്റ് എമൗണ്ട് എയർലൈനിൽ നിന്നായിരിക്കില്ല കിട്ടുന്നത്. എല്ലാ ട്രാവൽ ഏജൻസിക്കും തന്നെ ഒരു സപ്ലയർ ഉണ്ടാവും. TBO, അമേഡിയോസ്, ഗലീലിയോ, അങ്ങനെ പല സപ്ലയേഴ്സ് ഉണ്ടാവും. ആ സപ്ലയേഴ്സിൻ്റെ ഒരു ക്രെഡിറ്റ് നോട്ട് ഉണ്ടാവും. ഇവർക്ക് പൈസ തിരിച്ച് കിട്ടിയതിന് ക്രെഡിറ്റ് നോട്ട് ഉണ്ടാവും. തീർച്ചയായിട്ടും നമുക്ക് അതിനുള്ള റൈറ്റ്സ് ഉണ്ട്. നമുക്ക് ചോദിക്കാം, ഇപ്പോൾ ഞാൻ 50,000 രൂപയ്ക്ക് എടുത്തു, എനിക്ക് 30,000 രൂപ തിരിച്ച് കിട്ടിയുള്ളൂ, എനിക്ക് തോന്നുവാണ് എനിക്ക് കുറച്ച് പൈസ കുറവാണ് കിട്ടിയത്, ട്രാവൽ ഏജൻറ്റ് അതിനകത്ത് കുറച്ച് പൈസ എടുത്തോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ചോദിക്കാം ട്രാവൽ ഏജൻറ്റിൻ്റെ അടുത്ത്, നിങ്ങൾക്ക് ആ പൈസ കിട്ടിയതിൻ്റെ എന്തെങ്കിലും രേഖ തരിക, ഇൻവോയ്സ് തരിക, അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് തരിക. ഇതിനുള്ള റൈറ്റ്സ് ഒരു കസ്റ്റമറിന് തീർച്ചയായിട്ടും ഉണ്ട്. പലരും അത് കൊടുക്കാറില്ല. വളരെ ചെറിയ ശതമാനം ട്രാവൽ ഏജൻറ്റുമാർ ആണെങ്കിൽ പോലും ഇങ്ങനെ പൈസ എടുക്കുന്നവരുണ്ട്. അപ്പം ഇങ്ങനെ ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ ചെയ്തൊരു വീഡിയോ ആണ്. നന്ദി, നമസ്കാരം. ഇസ്രായേൽ സംബന്ധമായ എയർ ടിക്കറ്റ് സംബന്ധമായ ഏതൊരു കാര്യത്തിലും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. താങ്ക്